പ്രണമ്യശിരസാ വിഷ്ണും ത്രൈലോക്യാധിപതിം പ്രഭും നാനാശാസ്ത്രോദ്ധൃതം വക്ഷേ രാജനീതി സമുച്ചയം. ആദ്യമായി 3 ലോകത്തിൻ്റെയും അധിപനായ വിഷ്ണുവിന് മുന്നിൽ ഞാൻ ശിരസ് നമിക്കുന്നു. നാളിതുവരെ ലഭ്യമായ വേദഗ്രന്ഥങ്ങളിലും ഇതിഹാസങ്ങളിലും രാജോചിതമായ ശീലങ്ങൾ രൂപപ്പെടുത്താനായി രേഖപ്പെടുത്തിയിട്ടുള്ള ധർമ്മസംഹിതകളാണ് ഇതിൽ ഉൾച്ചേർന്നിരിക്കുന്നത്. ആര്യദൈവങ്ങളുടെ പിൻബലത്തോടെ ബ്രാഹ്മണർ ക്ഷത്രിയരെ നിയന്ത്രിച്ചു നിർത്തിയിരുന്ന കാലത്തിന്റെ വക്താവാണ് ചാണക്യൻ. പ്രപഞ്ചത്തിനപ്പുറം ഒന്നുമില്ലെന്നും എല്ലാ ചരാചരങ്ങളും സൂക്ഷ്മത്തിൽ പ്രപഞ്ചമാണെന്നുമുള്ള വാദത്തിലല്ല, മറിച്ച് ഭാവനാശാലികളായ ചില മനുഷ്യർ സങ്കല്പിച്ചുണ്ടാക്കിയ സ്വർഗവും പാതാളവും കൂടിച്ചേർത്ത് 3 ലോകം സങ്കല്പിച്ച് അതിന്റെ അധിപനായി ആരാധിച്ചു നിർത്തുന്ന വിഷ്ണുവിന് മുന്നിൽ ശിരസ് നമിച്ചുകൊണ്ടാണ് ചാണക്യൻ ശ്ലോകങ്ങൾ ആരംഭിക്കുന്നത്. CBC 4-ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന ചാണക്യൻ അതിനു മുൻപ് കടന്നുപോയ മഹാന്മാരായ മനുഷ്യർ എഴുതിയ വേദങ്ങളിലും ഇതിഹാസങ്ങളിലും രേഖകളിലും ഉൾച്ചേർന്ന ധർമ്മസംഹിതകളെ ആസ്പദമാക്കിയാണ് ചാണക്യനീതി രചിച്ചത് എന്നും ആമുഖമായി പറയുന്നു.